ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് തിരിച്ചടി സുപ്രീം കോടതി കണ്ടെത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീഴ്ച പറ്റിയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെയും വോട്ടർ പട്ടികയിൽ തിരുത്തലാകാം എന്ന നിർണായകമായ നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ എതിർപ്പുകൾ സമർപ്പിക്കാൻ കൂടുതൽ സമയം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രൂക്ഷമായ വിമർശനം സുപ്രീം കോടതി മുമ്പോട്ട് വെക്കുന്നത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ആധാർ കാർഡ് അടക്കമുള്ളവ എന്തുകൊണ്ടാണ് അടിസ്ഥാന രേഖയായി പരിഗണിക്കാത്തതെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ കോടതി ചോദിച്ചിരുന്നു. ഈ വേളയിൽ കോടതിയുടെ തീരുമാനം വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പഴയ നിലപാട് മാറ്റുകയും ആധാർ കാർഡ് രേഖയായി പരിഗണിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയോ ഒക്കെ ചെയ്തൊരു ഘട്ടമുണ്ട്. അതായത് വീഴ്ച കൈയോടെ പിടിക്കും എന്നതാണ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് അന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ മുമ്പോട്ട് വെച്ച വാദങ്ങൾ. ഇവിടെ ഇപ്പോഴിതാ ഈ കേസ് ഇന്നിപ്പോൾ വോട്ടറധികാർ യാത്ര, പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ സഖ്യമുന്നണിയുടെ വലിയ പ്രതിഷേധം രാജ്യത്താകമാനം, അതിൻ്റെ പ്രതീകമായി തന്നെ ബീഹാറിൽ വോട്ടറധികാർ യാത്ര നടത്തുന്നു. ഇതിൻ്റെ ഒരു ഭാഗമായി തന്നെ രാജ്യത്ത് ഉടനീളം നിരവധി ക്രമക്കേടുകൾ എടുത്തു കാട്ടപ്പെടുന്നു. ഇങ്ങനെ ഒരു വിഷയത്തിൽ കൂടിയാണ് ഇത് വ്യവഹാരമായി കൂടി കോടതിയിലേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ നേരിട്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കനത്ത തിരിച്ചടി ഈ വിഷയത്തിൽ. വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു, വീഴ്ച പറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന്, നിർണായകമായ സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്തൊക്കെയാണ്? ഉത്തരവായോ? അജിംഷാദ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതികൾ സ്വീകരിക്കാനുള്ള സമയം അവസാനിക്കാനിരിക്കുന്ന സമയത്താണ് RJD ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എല്ലാ പരാതികളും സ്വീകരിക്കണം, പരാതികൾ സ്വീകരിക്കാനുള്ള സമയം നീട്ടി നൽകണം എന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലീഗൽ സർവീസ് അതോറിറ്റിക്കും സ്ഥിതി നിരീക്ഷിക്കണമെന്ന ഒരു നിർദ്ദേശം സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ വിമർശനം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് ിൽ വലിയ വീഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്ന വലിയ വിമർശനമാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആക്ഷേപങ്ങളും പരാതികളുമൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിനുശേഷമാണ് സുപ്രീം കോടതിയിൽ നിരവധി ഹർജികൾ എത്തിയത്. അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷെ അതിനെയാണ് സുപ്രീം കോടതി വലിയ രീതിയിൽ ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. അതായത് ഈ പരാതികൾ സ്വീകരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. അത് മാത്രമല്ല വിഷ്ണു, ഈ പരാതികൾ നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ സഹായിക്കണമെന്ന്. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ വോട്ടർ പട്ടികയിൽ തിരുത്താകാം. കാരണം ഇവിടെ വ്യാപകമായ വീഴ്ച പറ്റി ലക്ഷക്കണക്കിന് ആൾക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എല്ലാ വാദങ്ങൾക്കും ഉള്ള തിരിച്ചടി കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പോട്ട് വെക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ ഇത്തരത്തിൽ രേഖകൾ ആഡ് ചെയ്യാം, അതിന് ജനങ്ങളെ സഹായിക്കൂ രാഷ്ട്രീയ പാർട്ടികൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തിരിച്ചടിയിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. ഈ പ്രതിപക്ഷമൊക്കെ നടത്തുന്ന പ്രതിഷേധങ്ങളെ ശരിവെക്കുകയാണ്. അജിംഷാദ്, തീർച്ചയായിട്ടും വലിയ തിരിച്ചടി തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിരിക്കുന്നത്. കാരണം സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിച്ചതെന്ന് നിരീക്ഷിക്കുക, അതോടൊപ്പം തന്നെ ഈ പരാതികളുമായി വരുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ലീഗൽ വോളണ്ടിയർമാരെ നിയോഗിക്കാൻ കൂടി സുപ്രീം കോടതി ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ പരാതി പരിഹരിക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതുകൂടി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് RJD ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ സമീപിച്ചത് അടിയന്തരമായി ഈ ഒരു ഹർജി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു സുപ്രീം കോടതി ഇന്ന് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ വാദം കേട്ടത്. അജിം സാബ്.